ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി വെറൈറ്റി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ചെറുപഴവും റവയും വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. ഭയങ്കര സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. ഇതിനായി ഞാനിവിടെ നന്നായിട്ട് പഴുത്തിട്ടുള്ള ഞാലിപ്പൂവൻ പഴമാണ് എടുത്തിട്ടുള്ളത്. ഏത് പഴമായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെച്ചേക്കാം. അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. 250 ml കപ്പിൻ്റെ അളവിൽ 2 കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ പലഹാരം തയ്യാറാക്കാനായിട്ട് വറുത്ത റവ തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക. എങ്കിലേ ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പരുവത്തിലും ടേസ്റ്റിലൊക്കെ ഇത് കിട്ടുള്ളൂ. ഇനി ഇതേ കപ്പ് അളവിൽ തന്നെ 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പശുവിൻ പാലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങാപ്പാലായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി റവ ഈ ഒരു പാലിൽ നല്ല പോലെ ഒന്ന് കുതിർന്ന് വരണം. ഞാനിവിടെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നുണ്ട്. ഒരു 30 മിനിറ്റ് നേരമെങ്കിലും ഈ ഒരു റവ നന്നായിട്ട് കുതിർന്ന് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഈ പലഹാരത്തിന് എത്രത്തോളം റവ കുതിർന്ന് കിട്ടുന്നോ അത്രയും നന്നായിരിക്കും. ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു പഴം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ടും ഇട്ട് കൊടുത്തു. ഇനി ഒരു നല്ല മണത്തിന് വേണ്ടിയിട്ട് ഒരു 4 ഏലക്കയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നല്ലൊരു മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കര പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഏതായിരുന്നാലും അവരവരുടെ ഇഷ്ടം. ഇനി ഇതിൻ്റെ മധുരത്തിലെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പലഹാരം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് സോഡാപ്പൊടിയും ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് 1/2 കപ്പ് അളവിന് 2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചിട്ടെടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ കുതിരാൻ വേണ്ടി വെച്ചിരുന്ന ആ ഒരു മിക്സ് കുതിർന്ന് കിട്ടിയോ എന്ന് നോക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിൻ്റെ പാലൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരുന്ന ആ ഒരു പഴത്തിൻ്റെ മിക്സ് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു മണത്തിനും ഒരു പ്രത്യേക ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് ഇതുപോലെ 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിർബന്ധമില്ല, താല്പര്യമുള്ളവർ ഒഴിച്ചു കൊടുത്താൽ മതി. ഈ പലഹാരത്തിന് ഏലക്കയും നെയ്യൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേക മണവും ടേസ്റ്റൊക്കെ ആയിരിക്കും. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് വേറെ വെള്ളമോ പാലോ ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇത് നമുക്ക് കറക്റ്റ് പരുവാണ്. ഇതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാനൊരു കയ്യിൽ വെച്ചിട്ട് കോരി കാണിച്ചു തരാം. ഇതാണ് കറക്റ്റ് പരുവം. ഇനി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും പാത്രത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ മൗൾഡിലോ അല്ലെങ്കിൽ കറി ബൗളിലോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കടായിലോ ഒക്കെ നമുക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. ഞാനിവിടെ അത്യാവശ്യം നല്ല മാവുള്ളത് കൊണ്ട് തന്നെ ഇതുപോലെ സ്റ്റീലിൻ്റെ ഒരു കടായിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് നെയ്യൊന്ന് ആദ്യം സ്പ്രെഡാക്കിയതിന് ശേഷമാണ് അതിലേക്ക് ഈ മാവ് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് സ്റ്റവിലേക്ക് ആദ്യം ഒരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം അതിന് മുകളിലേക്കാണ് ഈ ഒരു കടായി വെച്ച് കൊടുത്തിട്ട് അടച്ചു വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. എത്ര സമയമാണോ വേവാനായിട്ട് എടുക്കുന്നത് അത്രയും സമയം വരെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ 1 മണിക്കൂർ നേരമെങ്കിലും വെച്ചിരുന്നിട്ടുണ്ടാവും. എന്നിട്ടിപ്പോൾ ഇതാ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ ആകൃതിയിൽ ഷേപ്പിലൊക്കെ നമുക്കിത് കട്ട് ചെയ്തെടുത്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്പോഞ്ച് പോലത്തെ പഞ്ഞ് പോലെ ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടി. ഒരിക്കൽ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചാൽ പിന്നെ നമുക്ക് വീണ്ടും വീണ്ടും ഇതേപോലെ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി തോന്നും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. ഇതിന് മുകളിലേക്കായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഏലക്കായുടെ തോലാണ്. ഇത് വീഡിയോയിൽ കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ഇട്ട് കൊടുത്തതാണ്. നമുക്ക് പലഹാരം കഴിക്കാൻ നേരത്തെ അതെടുത്ത് മാറ്റാവുന്നതാണ്. അണ്ടിപ്പരിപ്പോ മുന്തിരിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. ഇപ്പോൾ അതില്ലാത്തത് കൊണ്ടാണ് തൽക്കാലം ഞാനത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തത്. ഈ മാവിൻ്റെ മുകൾ ഭാഗം പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ കാണുന്നതിനേക്കാളും ഇതൊന്ന് വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് വീഡിയോയിൽ കാണാനൊരു ഭംഗി ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.